കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനി ശ്രദ്ധ സതീഷിന്റെ മരണത്തിൽ പ്രക്ഷോഭം ശക്തമാവുകയാണ്. വിദ്യാർത്ഥിനിയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച വിദ്യാർത്ഥി സംഘടനകൾ കടുത്ത സമരമാണ് നടത്തുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കോളേജിലും ഹോസ്റ്റലിലും കടുത്ത അനീതിയാണ് നടക്കുന്നതെന്ന് വിദ്യാർത്ഥിനികൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. എല്ലാ കാര്യത്തിനും അച്ചടക്കം എന്ന പേരിൽ നിയന്ത്രണമാണെന്നും യാതൊരു സ്വാതന്ത്ര്യവും ഇവിടെയില്ലെന്ന് അവർ പറയുന്നു. കോളേജിന് പുറത്തു പോകാൻ നിശ്ചിത സമയം അനുവദിക്കും. അനുവദിച്ച സമയത്തിനകം തിരിച്ചെത്തിയില്ലെങ്കിൽ നോട്ടപ്പുള്ളികളാകും. ഭക്ഷണം കഴിക്കാൻ എത്തുമ്പോൾ ഷോർട്സ് ധരിക്കാൻ പറ്റില്ല. ഷോർട്സ് ധരിച്ചാൽ കാലു കാണുമെന്നാണ് പറയുന്നത്. പാന്റ് ധരിച്ചെത്തിയാൽ മാത്രമേ ഭക്ഷണം നൽകൂ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പോലും പാന്റ് ധരിച്ചു വരാൻ പറഞ്ഞു വിട്ടിരുന്നു. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ ഇഷ്ടമുള്ള കാര്യം ചെയ്യാനോ അനുവാദമില്ലാത്ത ഇടമാണിതെന്ന് വിദ്യാർത്ഥികൾ ഒരുപോലെ പറയുന്നു. കോളേജിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ചിരിക്കാനോ നടക്കാനോ പറ്റില്ല. അപ്പോൾ തന്നെ കോളേജ് അധികൃതർ ഇടപെടും. ക്യാമ്പസിൽ എല്ലായിടത്തും ക്യാമറയാണ്. ഈ രീതിയിൽ വ്യാപക പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഏറെ നാളായി കോളേജിൽ വിദ്യാർത്ഥികൾക്കെതിരെ മാനസിക പീഡനം നടക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധയുടെ മരണത്തോടെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത്. ശ്രദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവരൊന്നും ഇപ്പോൾ കോളേജിൽ എത്തുന്നില്ല. വിദ്യാർത്ഥി പ്രതിഷേധം കണക്കിലെടുത്താണ് ജീവനക്കാർ എത്താതിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സംഭവത്തിൽ നേരിട്ടിടപെട്ടതോടെ സമരം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയില്ലാതെ ക്ലാസ്സിൽ തിരികെ കയറലെന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥികൾ.